ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യവിസ്മയങ്ങളിലേക്ക് സ്വാഗതം. വാഴ്ത്തപ്പെട്ട അൽഫോൻസൂസ് ദി ഒറേസ്കോ സ്പെയിനിൽ ആവിലായിൽ 1500 ജനിച്ച് 1591 നിത്യതയിലേക്ക് യാത്രയായ ഒരു വലിയ വിശുദ്ധൻ. ആവില പട്ടണം പലതുകൊണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. വലിയ വിശുദ്ധിയായ അമ്മ ത്രേസ്യയുടെ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഒറേസ്കോയും ജീവിച്ചിരുന്നത്. അൽഫോൻസൂസ് ദി ഒറേസ്കോ വലിയ ഒരു താപസനായിരുന്നു. അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിലെ വിഖ്യാതനായ ഒരു താപസൻ. ലെവേറ, ദൊലേദോ, സലമാങ്ക തുടങ്ങിയ ഉന്നത വിദ്യാപീഠങ്ങളിൽ അദ്ദേഹം തൻ്റെ പഠനം നടത്തി. അങ്ങനെ അറിവിൻ്റെ തലത്തിൽ, ബൗദ്ധികമായ മേഖലകളിൽ, ആത്മീയ മേഖലകളിലൊക്കെ വളരെ ഉന്നതമായ ഒരു നിലവാരത്തിലേക്ക് എത്തിയ ഒരു പുണ്യാത്മാവ്. അദ്ദേഹം വില്ലനോയിലെ വിശുദ്ധ തോമസിൻ്റെ ധ്യാനപ്രസംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിലുമൊക്കെയാണ് കൂടുതൽ വിശുദ്ധിയുടെ വഴികളിലേക്ക് കടന്നു വരുന്നതിനിടയാവുന്നത്. വിശുദ്ധ തോമസിൻ്റെ പ്രഭാഷണങ്ങൾ വിശുദ്ധ അൽഫോൻസോസിനെ വളരെയധികം സ്വാധീനിച്ചു. ഒറേസ്കോ തൻ്റെ 22ാമത്തെ വയസ്സിൽ അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൽ ചേരുകയാണ്. ഒരു താപസ ജീവിതം നയിക്കുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. കഠിന തപശ്ചര്യകൾ അനുഷ്ഠിച്ചുകൊണ്ട് താപസനായിട്ട് തൻ്റെ ജീവിതം നയിക്കണം എന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തുകയും അദ്ദേഹത്തിന് ലഭ്യമായിരുന്ന മറ്റു തരത്തിലുള്ള ഭൗതികമായ സുഖ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ താപസനായിട്ട് തൻ്റെ ജീവിതം മുൻപോട്ട് നയിക്കുന്നു. അദ്ദേഹത്തിന് 30 വർഷങ്ങൾ വചനപ്രഘോഷണത്തിലും അധ്യാപനത്തിലും കൗൺസിലിങ്ങിലുമൊക്കെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ പ്രഘോഷണങ്ങൾ അത്രമാത്രം തീവ്രമായിരുന്നു. ഒരുപാട് ഹൃദയങ്ങളെ സ്വാധീനിക്കാൻ പാകത്തിലുള്ള തീക്ഷ്ണമായ വചനപ്രഘോഷണ ശൈലി ദൈവം അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. വാക്കുകൾക്ക് വശ്യമായൊരു ശക്തി ഉണ്ടായിരുന്നു. അറിവിൻ്റെയും വിശുദ്ധിയുടെയും തലങ്ങളുടെ സ്പർശനം വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾക്കും അങ്ങനെ തന്നെ വശ്യമായൊരു ശക്തി ഉണ്ടായിരുന്നു. കൗൺസിലിങ്ങിൽ മനുഷ്യൻ്റെ ഹൃദയങ്ങളറിഞ്ഞ് വചനത്തിൻ്റെ വെളിച്ചത്തിൽ മറ്റുള്ളവരെ യഥാർത്ഥ വഴികളിലേക്ക് നയിക്കാൻ, ജീവിതത്തിൻ്റെ ഇടർച്ചകളിൽ നിന്നും അകറ്റി നേരാമണ്ണം നയിക്കാനുള്ള വലിയ കൃപ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അങ്ങനെ 30 വർഷത്തെ തൻ്റെ ശുശ്രൂഷകൾ മുൻപോട്ട് പോകുന്നതിനിടയിലാണ് അദ്ദേഹം ഔദ്യോഗികമായിട്ട് രാജനഗരത്തിലെ വചന പ്രഘോഷകനായിട്ട് നിയുക്തനാകുന്നത്. 1554 രാജാവിൻ്റെ തന്നെ പ്രത്യേക അനുവാദത്തോടുകൂടി പട്ടണത്തിലെ ഔദ്യോഗിക വചന പ്രഘോഷകനായിട്ട് അദ്ദേഹം നിയുക്തനാവുകയാണ്. 1561 ജൂൺ മാസത്തിൽ ഫിലിപ്പ് രണ്ടാമൻ രാജാവ് മാഡ്രിഡിലേക്ക് തൻ്റെ ഭരണം മാറ്റുന്ന ഒരു വേള ഭരണസ്ഥിരാകേന്ദ്രമായിട്ട് മാഡ്രിഡ് മാറുകയാണ്. ഫിലിപ്പ് രണ്ടാമനോടുകൂടി മാഡ്രിഡ് പ്രത്യേകമായ തരത്തിൽ വികസിച്ചു വരുന്നു. കാരണം ഭരണവും അതിൻ്റെ രാജ്യ സാന്നിധ്യവും രാജ്യത്തെ നയിക്കുന്നതിനുള്ള സംവിധാനങ്ങളുമെല്ലാം മാഡ്രിഡിലേക്ക് മാറുന്നതോടുകൂടി മാഡ്രിഡ് ക്യാപിറ്റൽ സിറ്റിയായിട്ട് മാറുകയും അസാധാരണമായൊരു വളർച്ച ആ പട്ടണത്തിനുണ്ടാവുകയും ചെയ്തു. തുടർന്നുള്ള രാജാക്കന്മാർ ഫിലിപ്പ് മൂന്നാമനും ഫിലിപ്പ് നാലാമനും അഞ്ചാമനും ഒക്കെ ഈ പട്ടണത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. അങ്ങനെ മാഡ്രിഡ് ഒരു പുരാതനമായ പട്ടണമായിട്ട് മാറുകയും സ്പെയിനിലെ തന്നെ ഭരണസ്ഥിരാകേന്ദ്രമായി മാറുകയും ചെയ്തു. ധാരാളം ആളുകൾ, വിഖ്യാതരായ സാംസ്കാരിക നായകന്മാർ, ബുദ്ധിരാക്ഷസന്മാർ, പലതരത്തിലും സമൂഹത്തെ നയിച്ചിരുന്ന വ്യക്തികളൊക്കെ അതിൻ്റെ വളർച്ചയുടെ വഴികളിൽ അവിടെ ജന്മമെടുത്ത് വളർന്ന് മുൻപോട്ട് വന്നു. ഇതൊക്കെ മാഡ്രിഡിനെ വളരെ വ്യത്യസ്തമായ ഒരു പട്ടണമാക്കി വളർത്തിയെടുത്തു. 1561 ഫിലിപ്പ് രണ്ടാമൻ മാഡ്രിഡിലേക്ക് തൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രം മാറ്റുന്ന വേളയിൽ തന്നെ ഏതാണ്ട് 30,000-ഓളം ആളുകൾ അവിടെ അധിവസിച്ചിരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. 11ാം നൂറ്റാണ്ടിൽ തന്നെ ഒരു ക്രൈസ്തവ സ്വാധീനം അവിടെ ആരംഭിച്ചതാണ്.
അപ്പോൾ 11-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ക്രൈസ്തവ സ്വാധീനത്തിൽ ഈ പ്രദേശങ്ങളൊക്കെ വളർന്നു വരുന്നതും ക്രൈസ്തവ രാജാക്കന്മാർ ഭരണം മുൻപോട്ട് കൊണ്ടുപോകുന്നതും. ഇതെല്ലാം മാഡ്രിഡിനെ ഒരു വളർച്ചയുടെ വഴികളിൽ മുൻപോട്ട് എത്തിക്കുന്നതിന് കാരണമായി തീർന്നു. ഫിലിപ്പ് രാജാവിനോടൊപ്പം തന്നെ മാഡ്രിഡിൽ അദ്ദേഹവും വാഴ്ത്തപ്പെട്ട അൽഫോൻസോസും രാജാവിനോടൊപ്പം തന്നെ തൻ്റെ ശുശ്രൂഷയുമായി മുൻപോട്ട് നീങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ വിശുദ്ധമായ ജീവിതത്തിൻ്റെ സമർപ്പണവുമൊക്കെ കൂടുതലും പ്രയോജനപ്പെട്ടത് ഉന്നത കുലജാതരായ ആളുകൾ, വളരെ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്നവരെയൊക്കെയാണ് അധികം സ്വാധീനിക്കുന്നത്. അങ്ങനെയുള്ളവരിൽ നിന്നൊക്കെ വളരെ വ്യക്തമായ ക്രൈസ്തവ ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങളുണ്ടാകുന്നതിന് അൽഫോൻസോസിൻ്റെ ജീവിതവും പഠനവും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും എല്ലാം കാരണമായി തീരുന്നു. വളരെ സവിശേഷമായ വിധം അദ്ദേഹം ദൈവത്തിൻ്റെ കൃപയാൽ സ്പർശിക്കപ്പെട്ടൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. പരിശുദ്ധ അമ്മ അദ്ദേഹത്തോട് എഴുതാൻ ആവശ്യപ്പെടുന്നു. താപസ ജീവിതത്തെക്കുറിച്ച്, പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പുസ്തകങ്ങൾ രചിക്കണമെന്നുള്ള ആഹ്വാനം പരിശുദ്ധ അമ്മ നേരിട്ട് ഒറോസ്കോയ്ക്ക് നൽകുകയാണ്. ദൈവത്തിൻ്റെ കരസ്പർശമുള്ള എഴുത്തുകൾ പിന്നീട് അങ്ങനെ ജനിക്കുന്നു. തമ്പുരാൻ തൊട്ട് എഴുതിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ രൂപപ്പെട്ടു വന്ന ഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ പോലെ തന്നെ ഒരുപാട് ജനഹൃദയങ്ങളെ സ്വാധീനിച്ചു. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ ഒത്തിരിയേറെ പേർ ദൈവത്തിൻ്റെ വലിയ സ്നേഹവും സന്തോഷവും സമാധാനവും കൃപയും അനുഭവിച്ചു. സുവിശേഷത്തിൻ്റെ ബോധ്യങ്ങളിലേക്കും ജ്ഞാനത്തിൻ്റെ വഴികളിലേക്കും ധാരാളം ആളുകൾ തിരിഞ്ഞു. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ആഹ്വാനമനുസരിച്ചും ദൈവികമായ ഇടപെടലുകൾ അനുസരിച്ചും അദ്ദേഹം താപസ ജീവിതത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നിരവധിയായിട്ട് നൽകുകയുണ്ടായി, തൻ്റെ ലേഖനങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും ഒക്കെ. രാജസദസ്സുകളിലായിരുന്നു അദ്ദേഹം കൂടുതലായിട്ടും തൻ്റെ പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നതെങ്കിൽ പോലും ആ കാലഘട്ടത്തിലെ മനുഷ്യരെ കാര്യമായിട്ട് സ്വാധീനിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾക്കും പ്രഭാഷണങ്ങൾക്കും വലിയ ശക്തിയുണ്ടായിരുന്നു. പുണ്യവാൻ്റെ ജീവിതത്തിൻ്റെ സ്വാധീനം അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. വാക്കും പ്രവൃത്തിയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതശൈലികൾ അനേകരെ ഈ വഴിയിലേക്ക് നയിക്കുന്നതിനിടയായി. വിവിധ ആശ്രമങ്ങളുടെ അധിപനായിട്ട്, സുപ്പീരിയറായിട്ടൊക്കെ അദ്ദേഹം അതിനിടയിൽ നിയമിതനായി. ആശ്രമങ്ങളിൽ അദ്ദേഹം ജീവിച്ചു. കൊട്ടാരത്തിൽ അദ്ദേഹത്തിന് ദൗത്യമുണ്ടായിരുന്നെങ്കിലും ആശ്രമങ്ങളിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. ആശ്രമത്തിൽ കഠിനമായ താപസ ജീവിതം നയിച്ചുകൊണ്ട് യഥാർത്ഥ തപസ്സിൻ്റെ അർത്ഥം മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അദ്ദേഹം മുന്നേറി. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും വാക്കുകളുമൊക്കെ ആശ്രമാംഗങ്ങൾക്കും പുതിയ പ്രചോദനമായി മാറിയിരുന്നു. അങ്ങനെ ആശ്രമ ജീവിതത്തെ തന്നെ, അഗസ്റ്റീനിയൻ ആശ്രമ ജീവിതത്തെ തന്നെ സ്വാധീനിക്കുന്നതിനും നവീകരിക്കുന്നതിനുമൊക്കെ ഒറോസ്കോയുടെ ജീവിതം കാരണമായി മാറി. താപസ ജീവിതത്തിൻ്റെ തന്നെ ഒരു മാതൃകയായി മാറിയ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ലഭിക്കാമായിരുന്ന, ഒരുപക്ഷെ രാജസദസ്സിലും രാജകീയമായ പ്രൗഢമായ സാഹചര്യങ്ങളിലും ലഭിക്കാമായിരുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് താപസ ജീവിതത്തിൻ്റെ ഒരു സ്വാധീനം ഉറപ്പിച്ചുകൊണ്ട് അന്ന് രാജസദസ്സിലും അതുപോലെയുള്ള പ്രൗഢമായ മേഖലകളിലുമൊക്കെ വിശുദ്ധിയുടെ പരിമളം പരത്തുന്നതിന് കാരണമായി മാറി. ദൈവത്തിൻ്റെ സവിശേഷമായ ഒരു തിരഞ്ഞെടുപ്പും നിയോഗവും ഒറോസ്കോയുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഫിലിപ്പ് അഞ്ചാമൻ ഒരു വലിയ റോയൽ പാലസ് തന്നെ ആ കാലഘട്ടത്തിലൊക്കെ നിർമ്മിച്ചെടുത്തു. അങ്ങനെ ഒരു ക്രൈസ്തവ സ്വാധീനത്തിൽ നിലനിന്നിരുന്ന, ഒരുപക്ഷെ ഒരു പരിധിവരെ ഭൗതികതയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ ഒറോസ്കോയുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ വാക്കുകളും ആത്മീയ ചൈതന്യം പരത്തിക്കൊണ്ട് ലളിത ജീവിതത്തിലേക്കും ജീവിത സമർപ്പണങ്ങളിലേക്കും ത്യാഗത്തിൻ്റെ വഴികളിലേക്കുമൊക്കെ ആ കാലഘട്ടത്തെ നയിക്കുന്നതിന് കാരണമായി തീരുന്നു എന്നുള്ളത് വളരെ സത്യമാണ്. ഈ ബോധ്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിൻ്റെ പ്രകാശമായിരുന്നു. 1591 അദ്ദേഹം നിത്യതയിലേക്ക് യാത്രയാകുന്നു. 12 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കുഴിമാടം തുറന്ന് അദ്ദേഹത്തിൻ്റെ വിശുദ്ധി മനസ്സിലാക്കിയിരുന്ന വ്യക്തികൾ ആ ശരീരത്തിൽ വീക്ഷിച്ചപ്പോൾ തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട്. അഴുകാത്ത ശരീരം, ഒരു തരത്തിലും ഒരു കേടുപാടുകളും ഉണ്ടാവാതെ തികഞ്ഞ ശോഭയോടുകൂടി പരിമളം പരത്തുന്ന അവസ്ഥയിൽ അഴുകാതിരുന്ന ശരീരം അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടലിൻ്റെ വെളിപ്പെടുത്തലായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ദൈവത്തിൻ്റെ വഴികൾ, ദൈവം ഇടപെടുന്ന വഴികൾ പലപ്പോഴും മനുഷ്യർക്ക് ദൈവസാന്നിധ്യം വെളിപ്പെടുത്തി കൊടുക്കാൻ, ദൈവികമായ കൃപയിൽ നയിക്കുന്നതിനൊക്കെ കാരണമാകുന്നു. പുണ്യവാൻ്റെ ശരീരം അഴുകാതെ നിലനിന്നതിൻ്റെ കാരണം തന്നെ അതാണ്. ക്ലെമൻറ്റ്
8-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ നാമകരണ നടപടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. 1882 അദ്ദേഹം വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നു. അത് ലിയോ 13-ാമൻ മാർപ്പാപ്പയാണ് പ്രഖ്യാപനം നടത്തുന്നത്. ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൻ്റെ വഴികൾ അനേകായിരങ്ങളെ സ്വാധീനിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ ചാതുരിയും അദ്ദേഹത്തിൻ്റെ വിജ്ഞാനവും എല്ലാം അനേകായിരം ജീവിതങ്ങൾക്ക്, പ്രത്യേകിച്ചും ഉന്നത നിലകളിൽ വ്യാപരിച്ചിരുന്നവർക്ക്, പാണ്ഡിത്യത്തിൽ വ്യാപരിച്ചിരുന്നവർക്ക്, പലതരത്തിലും സാംസ്കാരിക സമ്പന്നന്മാരാണെന്ന് വിചാരിച്ചിരുന്ന വ്യക്തികൾക്ക് വലിയ വിശുദ്ധിയുടെ വഴികളിലേക്കുള്ള തുറവി ലഭിക്കുന്നതിന് കാരണമായിത്തീരുന്നു. അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൻ്റെ അഭിമാനമായി മാറിയ ഈ വലിയ താപസൻ്റെ ജീവിതത്തിൻ്റെ നാൾവഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു. താപസ ജീവിതത്തിൻ്റെ തനിമയും ശോഭയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ തന്നെ മാറ്റങ്ങൾക്ക്, പരിവർത്തനത്തിന് കാരണമായ ഈ വിശുദ്ധൻ്റെ ജീവിതത്തിലെ സവിശേഷമായ സുവിശേഷ മൂല്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ആ ശോഭിതമായ ജീവിതത്തെ അടുത്ത് നിരീക്ഷിക്കാനും അർത്ഥവത്തായി നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും നമുക്ക് ആത്മാർത്ഥമായി ശ്രമിക്കാം. വാഴ്ത്തപ്പെട്ട അൽഫോൻസസ് ദി ഒറേസ്കോയുടെ ജീവിത വഴികളിൽ പുണ്യത്തിൻ്റെ പരിമളം പരത്തുന്ന സുവിശേഷ സത്യങ്ങൾ എത്രയോ മനോഹരമായിട്ടാണ് മറഞ്ഞു കിടക്കുന്നത്. ആ ജീവിതത്തിൻ്റെ അഗസ്റ്റീനിയൻ സന്യാസ സമൂഹ സമർപ്പിത ജീവിതത്തിൻ്റെ സൗന്ദര്യം പ്രകടമായിട്ട് മനുഷ്യഹൃദയങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. താപസ ജീവിതത്തിൻ്റെ മനോഹരമായ പുറങ്ങൾ ചുറ്റുവട്ടങ്ങളുടെ പ്രൗഢികളുടെ നടുവിലും ഒരു കുറവും കൂടാതെ ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് മഹത്തായ സത്യം. രാജകൊട്ടാരത്തിലും അതിനോട് ചേർന്ന് നിൽക്കുന്ന വ്യത്യസ്ത സാഹചര്യങ്ങളിലും അല്പം പോലും അതിനോടൊന്നും ഭൗതികമായ ഒന്നിനോടും ചേർന്ന് നിൽക്കാതെ തികഞ്ഞ ആത്മീയതയുടെ ചൈതന്യത്തിൽ താപസ ജീവിതം നയിച്ച മഹാനായ വിശുദ്ധൻ ഒറേസ്കോയുടെ ജീവിതത്തിൻ്റെ ആ അർത്ഥം, അതിൻ്റെ ചൈതന്യം, അത് ഉയർത്തുന്ന വെല്ലുവിളികൾ ഈ കാലഘട്ടത്തിലും ഏറെ പ്രസക്തമായിട്ട് മാറുന്നുണ്ട്. താപസ ജീവിതം ഇന്ന് പലപ്പോഴും അത്ര കണ്ട് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സൗന്ദര്യം തിരിച്ചറിഞ്ഞവർ ആ വഴിക്ക് കടന്നു വരുന്നു നമ്മൾ മനസ്സിലാക്കുന്നു. മിശിഹ പത്രോസിനോട് പറയുന്ന ചില കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഈശോ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ശിഷ്യന്മാരുമായിട്ട് കെസറിയ ഫിലിപ്പിയിൽ കൂടെ കടന്നു പോകുന്ന വഴിയിൽ, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന ചോദ്യത്തിന് പത്രോസ് മറുപടി കൊടുക്കും, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ മിശിഹ. നീ മിശിഹായാണെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ ആ സത്യം വളരെ വ്യക്തമായിട്ട് ഈശോ അംഗീകരിക്കുന്നു. അത് കഴിഞ്ഞ് ഈശോ നടത്തുന്ന 1-ാമത്തെ പീഡാനുഭവ പ്രവചനമുണ്ട്. 1-ാം പീഡാനുഭവ പ്രവചനം മർക്കോസ് വിശേഷത്തിൽ നൽകപ്പെടുന്നത് തൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ചുള്ള അവൻ്റെ മുന്നറിയിപ്പായിട്ടാണ്. ആ മുന്നറിയിപ്പ് കേൾക്കുമ്പോൾ മാനുഷിക സ്നേഹത്താൽ പ്രചോദിതനായിട്ട് പത്രോസ് ഈശോയെ മാറ്റി നിർത്തി തടസ്സം പറയും. നിനക്കൊരിക്കലും അത് സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ സ്നേഹത്താൽ എന്ന വിധം തടസ്സം പറയുന്ന പത്രോസ് ശിഷ്യന്മാരുടെ നടുവിലാണ് നിൽക്കുന്നത്. ഈശോ പത്രോസിന് നേരെ തിരിഞ്ഞ് ശാസിച്ചുകൊണ്ട് സാത്താനെ പിറകിൽ പോകൂ എന്ന് പറഞ്ഞു വെക്കും. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് ചിലപ്പോൾ നമുക്കുണ്ടാകും, എന്തുകൊണ്ടാണ് ഈ കടുത്ത വാക്കുകൾ എന്ന്. പക്ഷെ കർത്താവിൻ്റെ വഴിയിൽ, അവൻ്റെ കുരിശിൻ്റെ വഴിയിൽ, അവൻ്റെ ത്യാഗത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ താപസ വഴിയിൽ തടസ്സം നിൽക്കുന്നത് സാത്താനാണ്. അതുതന്നെയാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ആ ഒരു സമർപ്പണത്തിൻ്റെ ത്യാഗവഴിയിൽ, തൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ വഴിയിൽ തടസ്സമായി നിൽക്കാൻ പാടില്ലെന്നർത്ഥം. ആ ഒരു വലിയ സത്യം കഴിഞ്ഞിട്ട് ഈശോ പറയുന്നു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്തുകൊണ്ട് പിന്നാലെ വരിക എന്നുള്ള സുവിശേഷ പ്രമേയം അർത്ഥവത്തായ സന്യാസ സമർപ്പണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. സന്യാസ സമർപ്പണത്തിൻ്റെ മനോഹരമായ ഒരു പ്രകാശധാരയായിട്ട് വേണം ഈ വചനഭാഗത്തെ എണ്ണാൻ. ആ ഒരു വഴിയിൽ നമ്മൾ നിൽക്കുമ്പോൾ പുണ്യവാൻ്റെ ജീവിതം എത്ര മനോഹരമായിട്ടാണ് ശോഭിക്കുന്നത്. ഒരുപാട് സൗകര്യങ്ങളുടെയും സാധ്യതകളുടെയും നടുവിലാണ് എല്ലാം വേണ്ടെന്ന് വെച്ചുകൊണ്ട് അദ്ദേഹം ത്യാഗസമർപ്പണം നടത്തുന്നത്. ഒറോസ്കോയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ചൈതന്യം അഗസ്തീനിയൻ സന്യാസ സമൂഹത്തിൽ പോലും തിളങ്ങി നിൽക്കുന്നത് ആ ഒരു അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ വചനപ്രഘോഷണങ്ങളിലൂടെ എത്രയോ പേരാണ് ആകൃഷ്ടരാകുന്നത്. അതിൻ്റെ എല്ലാം പിറകിൽ ആ ജീവിതത്തിൻ്റെ സമർപ്പണമാണ്. വചനപ്രഘോഷണത്തിലൂടെ വാക്കുകളുടെ സമൃദ്ധമായ വാക്ചാതുരിയുടെ ഉപയോഗം, അതിലൊക്കെ അപ്പുറത്തുള്ള സത്യം ജീവിതത്തിൻ്റെ സമർപ്പണമാണ്.
വാക്ചാതുരി കൊണ്ടൊന്നും ആർക്കും ആരെയും സ്വാധീനിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു സമർപ്പണമുണ്ടെങ്കിൽ, താപസ ചൈതന്യമുണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ ശോഭയുണ്ടെങ്കിൽ, ജ്വലനമുണ്ടെങ്കിൽ, അവിടെയാണ് കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത്. ഇതാണ് പുണ്യവാൻ്റെ വാക്കിലൂടെ ജനഹൃദയങ്ങൾ സ്വാധീനിക്കപ്പെടാനിടയായ സാഹചര്യവും സത്യവും. ആ ഒരു തിരിച്ചറിവിലേക്കാണ് നമ്മൾ വരേണ്ടത്. താപസ ജീവിതത്തെ ഇന്ന് ആളുകൾ മറ്റൊരർത്ഥത്തിൽ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. അടുത്ത നാളിൽ അറിയാനിടയായി ഏതാണ്ട് 1,00,000-ൽ പരം രൂപ മാസം തോറും സാലറി ഡ്രോ ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരി, ഒരു യുവതി, ഉയർന്ന ഉദ്യോഗസ്ഥയായിരുന്ന വ്യക്തി, ജീവിതത്തിലെ ഭൗതികമായ സുഖസൗകര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ അവസരമുണ്ടായി. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നൊരു വ്യക്തി ഈ സുഖങ്ങളുടെ, ഈ സാഹചര്യങ്ങളുടെ, സമ്പത്തിൻ്റെ ആകർഷണ വലയം ഭേദിച്ചിട്ട് കോൺടംപ്ലേറ്റീവ് ഓർഡറിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിച്ചു കടന്നു വന്നു. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്ന ത്യാഗ ചൈതന്യത്താൽ നിറഞ്ഞ മിണ്ടാമഠത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ജീവിതം സമർപ്പിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൻ്റെ സൗന്ദര്യവും ആനന്ദവും അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നൊരവസ്ഥയിൽ ജീവിതം വിട്ടുകൊടുക്കുന്നു, ജീവിതം സമർപ്പിക്കുന്നു. ഇങ്ങനെയുള്ള അർപ്പണ ജീവിതങ്ങൾ ഇന്നുണ്ട് എന്നുള്ളതും വളരെ ശുഭോദർക്കമാണ്. ഇതുപോലെ പല വ്യക്തികളും മുൻപോട്ട് കടന്നു വരുന്നതും കാണാൻ അറിയാനിടയായിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ യഥാർത്ഥ സൗന്ദര്യം എന്താണെന്നും യഥാർത്ഥ സുഖവും സന്തോഷവും എന്താണെന്നുമുള്ള വലിയ ഒരു തിരിച്ചറിവ് അത് വളരെ പ്രസക്തമാണ്. ഈ തിരിച്ചറിവിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അത്തരമൊരു തിരിച്ചറിവ് ഈ കാലഘട്ടത്തിൻ്റെ തികഞ്ഞ അനിവാര്യതയായിട്ട് ദൈവം ഇന്ന് നമ്മോട് പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരുപക്ഷെങ്കിലും നമ്മൾ ചില കുരുക്കുകളിൽപ്പെട്ട്, ചില ആകർഷണ വലയങ്ങളിൽപ്പെട്ട് അകപ്പെട്ടു നിൽക്കുന്നൊരവസ്ഥയുണ്ടാകാം. അകപ്പെട്ടു നിൽക്കുന്നൊരവസ്ഥ. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്നും മാറി നടക്കാൻ, അത്തരം വലയങ്ങൾ ഭേദിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു സമർപ്പണത്തിൻ്റെ ത്യാഗ ചൈതന്യത്തിലേക്ക് കടന്നു വരാൻ കഴിയണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുരിശിൻ്റെ വഴിയുടെ സൗന്ദര്യമെന്ന് പറയുന്നതാണ്. ഇത്തരം ആകർഷണ വലയങ്ങളെ, അതിൻ്റെ അതിർത്തികളെ അതിലംഘിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്കുള്ള വളർച്ച നമ്മുടെ കുടുംബത്തിൻ്റെ മണ്ണിൽ തന്നെ ഇതൊക്കെ ആരംഭിച്ചു തുടങ്ങണം. കുടുംബത്തിൽ മാതാപിതാക്കൾ കൊടുക്കേണ്ട ശിക്ഷണം, അവർ കൊടുക്കുന്ന പരിശീലനം, അതിനകത്ത് തന്നെ ത്യാഗത്തിൻ്റെ അമൃത് കലർത്തിയിരിക്കണം. ത്യാഗത്തിൻ്റെ ചൈതന്യം കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ ഉത്തരവാദിത്വങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെ വളർത്തുമ്പോൾ ആ ഒരു കുടുംബ വേദിയിൽ, കുടുംബമാകുന്ന ഏറ്റവും പ്രാഥമിക സഭാ ഘടകത്തിൽ തന്നെ ആ ഒരു വിശുദ്ധ ചൈതന്യം കുഞ്ഞുങ്ങൾ സ്വീകരിച്ചു തുടങ്ങും. അതാണ് പിന്നീട് അവർക്ക് കെടാവിളക്കായിട്ട് ഒരു ചരാതായിട്ട് ജീവിതത്തിൽ എന്നും ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള വലിയ ശ്രദ്ധ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക തന്നെ വേണം. അതുകൊണ്ട് താപസ ജീവിതത്തിൻ്റെ ആ സൗന്ദര്യം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ സ്വീകരിക്കാനായിട്ടിന്ന് ചെറുപ്പക്കാർ മുൻപോട്ട് വരട്ടെ. അർത്ഥപൂർണമായ സന്യാസ സമർപ്പണത്തിലേക്ക്, പൗരോഹിത്യത്തിലേക്ക് തീക്ഷ്ണതയോടുകൂടി ചുവടുകൾ വയ്ക്കാൻ ധീരതയോടുകൂടി കടന്നു വരുന്നവരുന്നുണ്ട്. അതിനിയും ആളുകൾ മുൻപോട്ട് വരേണ്ടതുണ്ട് എന്ന് നമുക്ക് ഇന്ന് ബോധപൂർവം കണ്ടെത്താനും ആത്മപരിശോധന ചെയ്തുകൊണ്ട് അത്തരത്തിൽ ചിന്തിക്കാനും സാധിക്കട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പുണ്യവാൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ തൂലിക ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിറഞ്ഞതായിരുന്നു. ദൈവം തൊട്ട എഴുത്ത് പുറങ്ങൾ, അതായിരുന്നു ഒറസ്കോയുടെ ജീവിതത്തിൻ്റെ മറ്റൊരു സൗന്ദര്യം, മറ്റൊരു വലിയ ആകർഷണ ഭാഗം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലിലൂടെ എഴുതാൻ പലതും ആവശ്യപ്പെട്ടു. താപസ ജീവിതത്തെക്കുറിച്ച്, പ്രാർത്ഥനയെക്കുറിച്ച്, ഭക്തി ജീവിതത്തെക്കുറിച്ചൊക്കെ എഴുതാൻ അങ്ങനെ പലതും അദ്ദേഹം എഴുതി. അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ സാഹിത്യ ഭംഗി, എഴുത്തിൻ്റെ സൗന്ദര്യം അതെല്ലാം ദൈവത്തിൻ്റെ കൃപയോട് ചേർത്ത് വന്നപ്പോൾ അത്ഭുതകരമായ ഫലങ്ങൾ പുറപ്പെടുവിച്ചു. ഇന്നും ഈ കാലഘട്ടത്തിലും എഴുത്തുകാർ ഏറെയുണ്ട്, എഴുത്തുപുറങ്ങൾ ഏറെയുണ്ട്. പക്ഷേ പലപ്പോഴും സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, തന്നിഷ്ടങ്ങൾക്ക് വേണ്ടി, പേരിനും പെരുമയ്ക്കും വേണ്ടി മാത്രം എഴുതുന്ന ഒരു വല്ലാത്ത അവസ്ഥ. അശ്ലീല സാഹിത്യം പോലും ഇന്ന് അഴിഞ്ഞാടുന്ന വിധമുള്ള ദുരവസ്ഥകളിലേക്ക് കാലഘട്ടം, സാഹിത്യത്തിൻ്റെ മേഖലകളൊക്കെ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണെന്നുള്ള സങ്കടം നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അത് നമ്മളെ അലോസരപ്പെടുത്തണം, സങ്കടപ്പെടുത്തണം. അശ്ലീല സാഹിത്യം ഇന്ന് വല്ലാതെ വർദ്ധിച്ചു വരുന്നുണ്ട്. ആസക്തിയോടുകൂടി അത് വായിക്കാനും ആർത്തിയോടുകൂടി മുത്തിക്കുടിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ആളുകളേറി വരുമ്പോൾ അത് വളർത്തിയെടുത്ത് സമ്പത്തുണ്ടാക്കാനും ഏതെങ്കിലും തരത്തിൽ ലക്ഷ്യം നേടാനുമൊക്കെ ശ്രമിക്കുന്ന വല്ലാത്ത ഒരു തകർന്ന അവസ്ഥയുണ്ട്. ഇതിനൊക്കെ എതിരെയുള്ള ശക്തമായ നിലപാടുകൾ നമ്മൾ സ്വീകരിക്കണം. വ്യക്തമായ എഴുത്തുപുറങ്ങൾ, സത്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, വിശുദ്ധിയുടെ ഒക്കെ എഴുത്തുപുറങ്ങൾ ഇന്നുണ്ടാവണം. നല്ല പുസ്തകങ്ങൾ രചിക്കപ്പെടണം. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി എഴുതുന്നവ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ നിറഞ്ഞവയായിരിക്കും.
ഒരു പുസ്തകം എഴുതും മുമ്പ്, ഒരു ലേഖനം എഴുതും മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ചൈതന്യത്തിൽ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുമ്പോൾ അവിടെ ദൈവാത്മാവ് നമ്മെ നയിക്കും. അതാണ് സത്യം. കാലഘട്ടത്തിലൊക്കെ ഇന്ന് മനുഷ്യരെ ഒരു തരത്തിലും അല്പം പോലും മാനിക്കാതെ അവരൻ്റെ സ്വഭാവത്തെ കുത്തിക്കീറി സത്യമേത് മിഥ്യേത് ഒന്നും ചിന്തിക്കാതെ തേജോബദ്ധം ചെയ്തുകൊണ്ട് പരസ്യമായിട്ട് പരസ്യ വിചാരണ ചെയ്യുന്ന മാധ്യമ സംസ്കാരത്തിൻ്റെ കുത്തഴിഞ്ഞ ഭാവങ്ങൾ, ഭീകരമായ മുഖം നമ്മളൊക്കെ നമ്മുടെ ടെലിവിഷൻ ചാനലുകളിലൊക്കെ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്, പത്രത്താളുകളിൽ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. എത്രയോ വലിയ കൊലപാതകങ്ങളാണിതെന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. സത്യമേതെന്ന് പോലും തിരിച്ചറിയാതെ പരസ്യ വിചാരണ നടത്തിക്കൊണ്ട് മനുഷ്യനെ തേജോബദ്ധം ചെയ്ത് നശിപ്പിക്കുന്ന ക്രൂരമായ വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് ഇന്നത്തെ ഒരു ഫാഷനായി പോലും മാറിയിരിക്കുന്നു. ഏതു തരത്തിലും വളച്ചൊടിച്ച് എന്തും പറയാനും, സത്യത്തെ പച്ചക്കള്ളമായിട്ട് അവതരിപ്പിക്കാനും, പച്ചക്കള്ളത്തെ പരമസത്യം പോലെ പരസ്യമായി പറയാനും ഒക്കെ ഒട്ടും മടിക്കാത്തവർ രാഷ്ട്രീയത്തിൽ മാത്രമല്ല പല മേഖലകളിലും അങ്ങനെയൊക്കെ അത്തരത്തിൽ സമൂഹത്തെ പിച്ചുകീറുന്ന ഇത്തരത്തിലുള്ള ഒരു മാധ്യമ സംസ്കാരത്തിൻ്റെ തകർച്ചകളിലേക്ക് കൂടിയാണ് വിശുദ്ധൻ വിരൽ ചൂണ്ടുന്നത്. കർത്താവിൻ്റെ ചൈതന്യം, സുവിശേഷത്തിൻ്റെ ചൈതന്യം ഇത്തരത്തിലാണ് നമ്മളെ ചിന്തിപ്പിക്കേണ്ടത്. കർത്താവിൻ്റെ സുവിശേഷം ഇന്ന് ജനഹൃദയങ്ങളിൽ എത്തിക്കുവാൻ സത്യത്തിൻ്റെ വക്താക്കളായി, പ്രയോക്താക്കളായി, എഴുത്തുകാരായിട്ടൊക്കെ നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. കുറിക്കുന്ന വാക്കുകളിൽ ആത്മാവിൻ്റെ ചൈതന്യം തിളങ്ങണം. എഴുതുന്ന വാക്കുകളിൽ ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ജ്വലിക്കണം. അങ്ങനെ തമ്പുരാൻ്റെ സ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ ഒക്കെ ഈ സുവിശേഷം പ്രഘോഷിക്കാൻ നമുക്ക് കഴിയണം. വലിയ വചനപ്രഘോഷകനായിരുന്നു പുണ്യവാൻ. ഈ പുണ്യവാൻ്റെ ജീവിതത്തിൻ്റെ വചനപ്രഘോഷണത്തിൻ്റെ ചൈതന്യവും ജീവിതത്തിൻ്റെ ബന്ധവും എല്ലാം ചേർത്ത് വായിക്കണം. ജീവിതത്തിൽ ഉണ്ടായിരുന്നത് പ്രഘോഷിച്ചു, ജീവിതത്തിൽ അദ്ദേഹം പ്രഘോഷിച്ചവ പരമാവധി ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ ഒരു വലിയ ബന്ധമാണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് പുണ്യവാൻ്റെ ജീവിതത്തിൻ്റെ, അൽഫോൻസോസ് ഡി സൊറോസ്കോയുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു മൂല്യം, സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട തലങ്ങളിൽ നിന്നുകൂടി നമുക്ക് വായിച്ചെടുക്കാൻ പറ്റണം. ഒന്ന്, താപസ ജീവിതത്തിൻ്റെ ആ തനിമയും അതിൻ്റെ സുഹൃതവും നന്മയും. ആ നന്മ നമ്മുടെയൊക്കെ ജീവിതത്തെ ലളിത ജീവിതത്തിലേക്ക് നയിക്കട്ടെ. കുടുംബജീവിതത്തിലാണെങ്കിലും സന്യാസമർപ്പണത്തിലാണെങ്കിലും പൗരോഹിത്യത്തിലാണെങ്കിലും ലാളിത്യം അതിൻ്റെ പരമാവധി ജീവിക്കാൻ സാധിക്കുമ്പോൾ നമ്മളൊക്കെ ഈ കുരിശിൻ്റെ വഴിയിൽ കൂടെയുള്ള നടപ്പ് തുടരുകയാണ്. ലാളിത്യവും ത്യാഗചൈതന്യവും പരിത്യാഗവും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ അനുഗ്രഹീതമായി മാറും, അർത്ഥപൂർണമായി മാറും. രണ്ടാമത്, നമ്മുടെയൊക്കെ ജീവിതത്തിലെ കുറിപ്പുകൾ, പ്രഘോഷണങ്ങൾ, എഴുത്തുകൾ ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ നിറഞ്ഞതാവട്ടെ. ആത്മീയ ചൈതന്യം നിറഞ്ഞുകൊണ്ട് അശ്ലീല സാഹിത്യങ്ങളെ അശേഷം ഇല്ലെന്നാക്കുവാനുള്ള ഒരു തീവ്രമായ തീരുമാനമെടുത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് സത്യത്തിൻ്റെ എഴുത്തുകാരായി മാറാൻ, സ്നേഹത്തിൻ്റെ അക്ഷരങ്ങൾ രചിക്കുവാൻ, പരിശുദ്ധിയുടെ ലേഖനങ്ങൾ രചിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ നമ്മയൊക്കെ നയിക്കട്ടെ. പുണ്യവാൻ്റെ ജീവിതം വലിയ ശോഭയോടെ, മാതൃകയോടെ നമ്മുടെ മുമ്പിൽ ഇന്ന് പ്രകാശിക്കട്ടെ. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടച്ച് നമുക്ക് ദൈവസന്നിധിയിലേക്ക് തിരിയാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. നല്ല ദൈവമേ, വിശുദ്ധരുടെ ജീവിതത്തിലൂടെ അവിടുന്ന് ഞങ്ങളെ നയിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. വാഴ്ത്തപ്പെട്ട അൽഫോൻസോസിനെ ഞങ്ങൾക്ക് മാതൃകയായി അങ്ങ് നൽകിയല്ലോ. ഈ പുണ്യവാൻ്റെ ജീവിതത്തിൻ്റെ പ്രേക്ഷിത ചൈതന്യവും തീക്ഷ്ണമായ വചനപ്രഘോഷണ കൃപയും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലും അവിടുന്ന് നൽകിയാലും അറിവിലും ജ്ഞാനത്തിലും വിശുദ്ധിയിലും വളർന്നുകൊണ്ട് സുവിശേഷത്തിൻ്റെ വലിയ സാക്ഷ്യമായിട്ട് അങ്ങയെ പ്രഘോഷിക്കുവാൻ ഈ പുണ്യവാന് സാധിച്ചതുപോലെ ഞങ്ങളുടെയൊക്കെ കൊച്ചു ജീവിതത്തിലും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഞങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളുടെയും ഒക്കെ സാഹചര്യങ്ങളിൽ അങ്ങേക്ക് ജീവിത സാക്ഷ്യം നൽകുവാനും അങ്ങയെ അങ്ങ് ആഗ്രഹിക്കുന്ന വിധം പ്രഘോഷിക്കുവാനുമുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകിയാലും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് മനസ്സിനെ ശക്തിപ്പെടുത്തി നിൻ്റെ സ്നേഹത്തിലും കൃപയിലും ഞങ്ങളെ നിറച്ചാലും വിശുദ്ധരുടെ ജീവിതവും പരിശുദ്ധ അമ്മയുടെ മാതൃകയും എന്നും ഞങ്ങൾക്ക് ശക്തി പകരട്ടെ. വിശുദ്ധ അൽഫോൻസോസിനെ പോലെ ഞങ്ങൾക്കും ജീവിതത്തിൽ അങ്ങേക്ക് ജീവിക്കുന്ന സാക്ഷ്യമായി മാറുവാനുള്ള കൃപ നൽകിയാലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.